രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് അധികാർ യാത്ര അദ്ദേഹത്തിൻ്റെ ഒരു അശ്വമേധമായിരുന്നു. ചൈത്രയാത്ര എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പട്നയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ വോട്ടധികാർ യാത്ര സമാപിച്ചത്. എല്ലാ പ്രതിപക്ഷ നേതാക്കളും ഇതിൽ പങ്കെടുത്തു. പല ദിവസങ്ങളിലായിട്ട് പല പല നേതാക്കൾ യാത്രയിൽ ഉടനീളം രാഹുൽ ഗാന്ധിയോടും തേജസ്വി യാദവിനോടൊപ്പം ഉണ്ടായി. സമാപന യോഗത്തില് MA ബേബി CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവര് പങ്കെടുത്തു. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം മാത്രം ഒരക്ഷരം പോലും ഈ വോട്ടധികാർ യാത്രയെക്കുറിച്ച് മിണ്ടിയില്ല. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളൊക്കെ ഇടുമ്പോഴേ അതേക്കുറിച്ചൊന്ന് പരാമർശിക്കാമായിരുന്നു. നമ്മളതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ ഒന്ന് ചർച്ച ചെയ്തുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിന്തുണയോ അല്ലെ അദ്ദേഹത്തിൻ്റെ വാക്കാലുള്ള എന്തെങ്കിലും ഒരു സൗഹൃദ പ്രകടനമോ ഇല്ലെങ്കിൽ പോലും വോട്ടധികാർ യാത്ര വൻ വിജയമായിട്ടാണ് സമാപിച്ചത്. അതായത് BJP-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനാധിപത്യത്തെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ വോട്ട് മോഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ച് അതിന് ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശ വാങ്ങിക്കൊണ്ട് അങ്ങനെ ജനാധിപത്യത്തെ തകർക്കാൻ നടത്തുന്ന ഇവരുടെ ശ്രമങ്ങൾക്കെതിരെ ഒരു പുതിയ പോർമുഖം തുറക്കുകയാണ് ബീഹാറില് രാഹുൽ ഗാന്ധി ചെയ്തത്. അതിന് അദ്ദേഹത്തിന് എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും സഹായമുണ്ടായി. പറഞ്ഞല്ലോ, ബേബി സഖാവൊക്കെ വന്നു. പക്ഷെ അന്നേരം നമ്മുടെ മുഖ്യമന്ത്രിയോ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ വനിതാ സംഘടന, വനിതാ വിഭാഗം നടത്തിയ ഒരു ഓണപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ചെമ്പടയ്ക്കു കാവലായി ചെങ്കനൽ കണക്കൊരാൾ എന്ന ആ പ്രസിദ്ധമായ വിപ്ലവഗാനം കേട്ട് സന്തോഷിച്ച് ആനന്ദ തുന്തിലിനായി ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് തന്നെയുള്ള പാട്ടാ, അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറിച്ച് എഴുതിയ പാട്ടാണെന്ന് വിചാരിക്കണ്ട. കാറൽ മാർക്സിനെ കുറിച്ചോ, എംഗൽസിനെ കുറിച്ചോ, ലെനിനെ കുറിച്ചോ, അല്ലെങ്കിൽ P കൃഷ്ണപിള്ളിയെ കുറിച്ചോ, EMSനെ കുറിച്ചോ, AKGയെ കുറിച്ചോ, അവരെ കുറിച്ചോ രചിച്ച പാട്ടല്ല. പുള്ളിക്കാരനെ കുറിച്ച് തന്നെ ഒരു മഹാകവി എഴുതിയതാ. ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗം ഉണ്ടായിരുന്നൊരു മഹാകവി എഴുതിയ ഒരു പാട്ടാ. ചെമ്പടയ്ക്കു കാവലായി ചെങ്കനൽ കണക്കൊരാൾ. അത് കേട്ട് രസിച്ചിരിക്കുകയായിരുന്നു. ഇത്തരം പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കണം, എങ്കിലും ഒരു സുഖം കിട്ടത്തുള്ളൂ. ഒരിക്കൽ പാടി ഒരിക്കൽ കേട്ടു അത് പോരാ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഇടവേളകളിൽ ഇത് കേട്ടുകൊണ്ടിരുന്നാലേ നമുക്ക് റീചാർജ് ചെയ്യുന്നൊരു അനുഭവം കിട്ടും. അതുകൊണ്ടാ അവിടെ അപ്പൊ എന്താ ബീഹാറിലെ പറ്റ്നയിൽ വെയിലത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തില്, തേജസ്വിയുടെ നേതൃത്വത്തില് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിനെ രക്ഷിച്ചു നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, പോരാട്ടം, അതിന്റെ തുടക്കം കുറിക്കുകയായിരുന്നു. എന്തായാലും സംഗതി ഗംഭീരമായി. പറഞ്ഞല്ലോ, പയ്യന്റെ ഒരു അശ്വമേധമായിരുന്നു പറ്റ്നയില് 16 ദിവസം നടന്ന ഈ വോട്ടധികാർ യാത്രയുടെ സമാപനം. അവിടെ സമാപന യോഗത്തിൽ സംസാരിക്കുമ്പം രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു. അത് കേട്ട് BJP ആകെ പെട്ടിരിക്കുക, വരണ്ടിരിക്കുകയെന്ന് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞു, എന്തുവാ, ഞങ്ങള് ഈ കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത്. അതൊരു അണുബോംബ് ആയിരുന്നെങ്കിൽ ഇനി വരാനിരിക്കുന്നത് ഹൈഡ്രജൻ ബോംബാണെന്നാണ്. അതായത് രാജ്യത്തെ ഞെട്ടിക്കുന്ന, സത്യം പറഞ്ഞാൽ ആദ്യത്തെ പത്രസമ്മേളനം തന്നെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവരെ ഞെട്ടിച്ചതാ. ഇനി രാജ്യത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു സാധനം വരാൻ പോവുക. അതൊരു ഹൈഡ്രജൻ ബോംബായിരിക്കുമെന്നാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ബംഗളൂരു സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ തട്ടിപ്പിനേക്കാൾ എത്രയോ വലിയൊരു തട്ടിപ്പിന്റെ കഥ അത് അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുക. രാഹുൽ ഗാന്ധിയുടെ ടീം അതേപ്പറ്റി അന്വേഷണം നടത്തി അതിന്റെ അവസാന രൂപം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അത് വരുമ്പോ BJPക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്നാ രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രധാനമന്ത്രി മോദിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വയ്യാത്തൊരു സ്ഥിതി എത്തും എന്നാ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും BJP പേടിക്കുമല്ലോ. കാരണം അവര് 2024 തെരഞ്ഞെടുപ്പില് വോട്ട് മോഷ്ടിച്ചാണ് ജയിച്ചതെന്നാണല്ലോ രാഹുൽ ഗാന്ധി സമർത്ഥിക്കുന്നത്. അതിന്റെ ഒരു തെളിവാണല്ലോ നേരത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിനേക്കാൾ വലുതൊരെണ്ണം വരുന്നുവെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും BJP പേടിക്കും. ഈ വോട്ടധികാർ യാത്ര തന്നെ അവരെ വല്ലാതെ ഉരുട്ടിക്കളഞ്ഞു, അലോസരപ്പെടുത്തി കളഞ്ഞു. പലതരത്തിൽ അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ നോക്കി. വൈദ്യുതി തടഞ്ഞു, അല്ലെങ്കിൽ പോലീസിന്റെ സഹായം കൊടുക്കാതിരുന്നു.
പോലീസിന്റെ സഹായം ഇല്ലാതെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു യാത്ര അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. അവസാനം സംഘാടകര് സ്വകാര്യ ഏജൻസിയെ അവരുടെ സഹായം തേടേണ്ടി വന്നു. അങ്ങനെയാണ് ഈ ജാഥ പൂർത്തിയാക്കിയത്. ഏറ്റവും അവസാനം ഇന്നലെ ഈ സമാപന റാലി നടക്കുമ്പോൾ വഴിയിൽ തടഞ്ഞു പോലീസ്. ഈ റാലിയെ വഴിയിൽ തടഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്ര നാണം കെട്ട ഒരു കാര്യമാണെന്ന്. 10-16 ദിവസമായിട്ട് ബീഹാറിലെങ്ങും രാഹുൽ ഗാന്ധി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ജനാധിപത്യത്തിന് വേണ്ടി പോരാട്ടത്തിൽ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട്. ആ റാലിയെ തടഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇന്നലെ ഏറ്റവും അവസാനം BJPയുടെ ഒരു പ്രമുഖ നേതാവിനെ രംഗത്തിറക്കി രാഹുൽ ഗാന്ധിയെ പത്ത് പള്ളു പറയാൻ. ഈ ഹൈഡ്രജൻ ബോംബെന്ന് ഒരു പ്രയോഗം പ്രയോഗിച്ചല്ലോ, വരണ്ടു. അതിന്റെ ഒന്നാമതൊരു ഉദാഹരണമാണല്ലോ. രവിശങ്കർ പ്രസാദ് BJPയിലെ കൊള്ളാവുന്ന ഒരു നേതാവ് കേട്ടോ, നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല. 7 അയൽവക്കത്ത് മോദി അടുപ്പിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്തെങ്കിലും കാരണം കാണും. നേരത്തെ അദ്ദേഹം വാജ്പേയിയുടെ കൂടെയും മോദിയുടെ ആദ്യ മന്ത്രിസഭകളിലൊക്കെ പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്തതാ. കൽക്കരി വകുപ്പ്, കമ്മ്യൂണിക്കേഷൻ, IT, ഇങ്ങനെ പല പല പ്രധാനപ്പെട്ട വകുപ്പുകൾ നോക്കി നടത്തിയ ഒരാളാ. അതിനൊക്കെ മിടുക്കനാന്നാ പറയുന്നത്. പക്ഷേ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴ് അടുപ്പിച്ചതേയില്ല. പറഞ്ഞല്ലോ എന്താ കാരണമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇന്നലെ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് നടത്തിയ പത്രസമ്മേളനം അത് ഈ മോദിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അദ്ദേഹം എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചാലേ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനൊരു മറുപടി കൊടുക്കണമല്ലോ. അതിപ്പോ അമിത്ഷായ്ക്കൊന്നും സമയമില്ലെന്നേ. അല്ലെങ്കിൽ ഈ വിഴുപ്പ് കെട്ടുമായിട്ട് എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുക? അപ്പൊ അവരാരേലും പറഞ്ഞു കാണും രവിശങ്കർ പ്രസാദിനോട്, താൻ ഈ വിഴുപ്പങ്ങ് ചുമന്നോളൂ, താനൊരു പത്രസമ്മേളനം നടത്തിക്കൂ എന്ന് പറഞ്ഞതാവാനാണ് സാധ്യത. ഇതൊക്കെ നമ്മുടെ ഒരു തോന്നല കേട്ടോ. വാസ്തവം അതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് ഒരു തകർപ്പന് പത്രസമ്മേളനം നടത്തി. ഈ പത്രസമ്മേളനം എന്ന് പറയുമ്പോഴേ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് എന്തുവാ, സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ പറയുന്നു. അതിന് മറുപടി കൊടുക്കുമ്പോൾ അതിൽ എന്തൊരു കഴമ്പ് വേണ്ടായോ? അതൊന്നുമില്ലെന്നേ, പരിഹാസം. അതല്ലാതെ അവിടെ വേറെ എന്തോ ഉള്ളത്. എപ്പോഴും പരിഹസിക്കുക. പാർലമെന്റിൽ അമിത്ഷാ ആണെങ്കിലും പ്രധാനമന്ത്രി മോദി ആണെങ്കിലും പ്രസംഗിക്കുമ്പോൾ ചെയ്യുന്നത് എന്തുവാ, നെഹ്റുവിനെ കുറെ പരിഹസിക്കും, ഇന്ദിരാഗാന്ധിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും. ഇതല്ലാതെ അവർക്ക് അവരുടെ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ ഇതാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ചെയ്യേണ്ടത്. പാരമ്പര്യമുള്ളവരതാണല്ലോ, അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുക. നമ്മുടെ ചരിത്രം, സമ്പന്നമായ ഒരു പൈതൃകം, അത് ജനങ്ങളുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കാം. ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങളുടെ വോട്ട് ചോരിയൊന്നും അല്ല, ഞങ്ങൾ വോട്ട് മോഷ്ടിക്കുന്നവരല്ല, അങ്ങനെ പറയാൻ പറ്റണം. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറെ പരിഹസിക്കും. അതായിരുന്നു രവിശങ്കർ പ്രസാദിന്റെയും പത്രസമ്മേളനത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്വഭാവം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിക്ക് ചരിത്രമില്ലെന്നാ. അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ മോദിയെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, അതിനപ്പുറത്തൊരു ചരിത്രമില്ലെന്നാണ്. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലമില്ലെന്നാണ് നമ്മുടെ രവിശങ്കർ പ്രസാദ് പറയുന്നത്. എന്തൊരു കഷ്ടവത ആലോചിച്ച് ചോദിക്കേ. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആരാ? അയാള് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടി ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന്റെ സമുന്നത നേതാക്കളായിരുന്ന മുൻ തലമുറകളുടെ പൈതൃകം ഇപ്പോഴും പേറുന്ന ഒരു വ്യക്തിയാ. അങ്ങനെ ഒരെണ്ണത്തിനെ മരുന്നിനെടുക്കാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അല്ലെ നിങ്ങൾക്കെന്തോ ചരിത്രമുള്ളത്? നിങ്ങൾ RSS അല്ലെങ്കിൽ ജനസംഘം, പിന്നെ BJP, ഇതൊക്കെ പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് രാജ്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി എന്താ പറയാനുള്ളത്? നമ്മുടെ സമീപകാല ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരമാണ്. നിങ്ങളുടെ മുൻ തലമുറ എന്താ ചെയ്തത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ നയം. ആരാ പങ്കെടുത്തത്? മറ്റേരുടെ കഥ എന്താ? പുറത്തു പറയാൻ കൊള്ളുന്നു. ബ്രിട്ടീഷ് അധികാരികൾക്ക് തുടർച്ചയായിട്ട് മാപ്പപേക്ഷ അയക്കുക. 1ഉം 2ഉം ഒന്നും അല്ല കേട്ടോ, കുറേയേറെ എണ്ണം അയച്ചു. എങ്ങനെയെങ്കിലും എന്നെ ജയിലിൽ നിന്ന് വിട്ടാൽ മതി, ഞാനും എൻ്റെ കൂടെ ഉള്ളവരും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി പാദസേവ ചെയ്തു കൊള്ളാം. അങ്ങനെ പറഞ്ഞ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രവും പാരമ്പര്യവുമാണുള്ളത്. അവരാണ് രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ പ്രധാനമന്ത്രി മോദിയെ അധിക്ഷേപിച്ചു, പരിഹസിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആരാരെ പരിഹസിച്ചു? ഇവിടെ വലിയൊരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ അതിക്രമം, വോട്ട് കൊള്ള, അതിലൂടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി,
അങ്ങനെ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ പിന്തുണയും ഒത്താശയും ഉണ്ടായിരുന്നു. അത് ജനങ്ങളോട് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാ. എങ്ങനെയാണത് അധിക്ഷേപമാവുന്നത്, ആക്ഷേപമാവുന്നത്? നിങ്ങൾ ഈ ഒരു കുറ്റം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ രവിശങ്കർ പ്രസാദ് പറയുന്നു, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചെന്ന്. വിമർശിച്ചു എന്നുള്ളത് ശരിയാ. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതിന്റെ തെളിവുകളുടെ ഡേറ്റാസ് രാജ്യത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, ആരായാലും അധിക്ഷേപാർഹമായത് ചെയ്താൽ, അതും ചെറിയ കാര്യങ്ങളൊന്നുമല്ല, ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തെറ്റുകൾ ചെയ്താൽ, ജനാധിപത്യത്തിൽ വിശ്വാസവും ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹവുമുള്ള ആളുകൾ അതിനെ എതിർക്കും. ബോധവും വിവരവും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധി ആരെയും ആക്ഷേപിക്കുകയല്ല ചെയ്തത്, അദ്ദേഹം രാഷ്ട്രീയം പറയുകയാണ് ചെയ്തത്. നിങ്ങളാണ് ആക്ഷേപിക്കുന്നത്. നിങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ നിങ്ങളാണ് പരിഹസിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞെന്താ? വോട്ടുകൊള്ള നടന്നിരിക്കുന്നു, അത് ജനാധിപത്യത്തെ തകർക്കുന്നതിന് തുല്യമാണ്. ഇതിലൂടെ നിങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ സംവരണത്തെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ തൊഴിലിനെ, നമ്മുടെ ഭാവിയെ തന്നെ കൊള്ളയടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിന്റെ തുടക്കമാണിത്. നമ്മുടെ റേഷൻ കാർഡ് പോലും തട്ടിയെടുത്തിട്ട് അംബാനിക്കും അദാനിക്കും കൊടുക്കും ഈ ഗവൺമെന്റ് എന്നാ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒന്നാം തരം രാഷ്ട്രീയമാണ്. അതിൽ നിങ്ങൾക്ക് മറുപടി പറയാം, മറുപടി പറയണം. ജനങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് രാഷ്ട്രീയമായ മറുപടി ആയിരിക്കണം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപത്തിനുള്ള കൃത്യമായ മറുപടി പരിഹാസമല്ല. സംഘഭക്ത ജനങ്ങൾക്ക് ഒരുപക്ഷെ മോദി എന്ന് പറയുന്ന വ്യക്തി വിശ്വഗുരുവായിരിക്കാം. അദ്ദേഹം ബയോളജിക്കലായിട്ട് ജനിച്ച ആളാവണമെന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞതാ. ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്, ഇന്ത്യക്കുള്ള അനുഗ്രഹമാണ് മോദി എന്നാണ് അദ്ദേഹം തന്നെ പ്രസംഗിച്ചത്. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹം തെറ്റു ചെയ്ത ആൾ തന്നെയാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ എല്ലാ ബഹുമാനവും ഉണ്ട്. പക്ഷെ അദ്ദേഹം അധികാരത്തിൽ വന്നത് വോട്ട് കൊള്ള ചെയ്തുകൊണ്ടാണെങ്കിൽ അത് പറയുക തന്നെ ചെയ്യും. പ്രതിപക്ഷം അത് പറയണം. അങ്ങനെയാണ് പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത്. ജനങ്ങള് അത് മനസ്സിലാക്കുകയും ചെയ്യും. അതിന് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ പരിഹാസം കൊണ്ട് മറുപടി പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന പദവിയെ അതിന്റെ വിലയിടിക്കുകയാണെന്ന് രവിശങ്കർ പ്രസാദ് ഈ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അതുപോലെ അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തെ പ്രതിപക്ഷ നേതാവായത് എന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാവുന്നത്. രണ്ട് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവിയെ അതിന്റെ വിലയിടിച്ചത്? സത്യത്തിൽ അദ്ദേഹം യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിട്ട് ഉയരുകയാണ് ചെയ്തത്. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടെങ്കിൽ അത് പറയേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ഒന്നാമത്തെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനാ. അതാണ് അദ്ദേഹം ചെയ്തത്. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം അങ്ങനെ പ്രവർത്തിച്ചു. രാഹുൽ ഗാന്ധി എങ്ങനെയാണോ അങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത്. അവിടെ എവിടെയാണ് ആ പദവിയുടെ വിലയിടിക്കൽ സംഭവിച്ചിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതെന്ന് ഇന്ത്യയിലുള്ളവർക്കെല്ലാം അറിയാവുന്നത്. അത് ഇന്ത്യയിലുള്ളവർക്കെല്ലാം അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ കിട്ടിയ കോൺഗ്രസിന് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയത്, യാതൊരു സംശയവും വേണ്ട. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളത് മറക്കണ്ട. ഇത് പറയുമ്പോൾ 99 സീറ്റ് കിട്ടി. ആ പാർട്ടിയുടെ നേതാവിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള എല്ലാ അർഹതയുമുണ്ട്. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് തെരഞ്ഞെടുത്തു, ലോക്സഭയിലെ ലീഡറായിട്ട്. അങ്ങനെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. അതിനെന്താ ഇത്ര സംശയം? ജനങ്ങൾക്കറിയാമല്ലോ. നേരായ വഴിയിലൂടെ വന്നത്. വോട്ട് കൊള്ള ചെയ്തല്ല, വോട്ട് മോഷ്ടിച്ചിട്ടല്ല, തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയിട്ടില്ല. നേരായ വഴിയിലൂടെ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് മാറിയ ആളാ. അതിന് വെറുതെ പരിഹസിച്ചിട്ട് എന്താ കാര്യം? BJP പ്രതിപക്ഷ നേതാവ് മുതലായ പദവികളുടെ പ്രാധാന്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ പദവികളെയൊക്കെ എത്രത്തോളം ബഹുമാനിക്കുന്നവരാണ് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി? പ്രതിപക്ഷ നേതാവിന്റെ പദവി ആ സ്ഥാനം അവിടെ നിൽക്കട്ടെ. നമുക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരുന്നല്ലോ, ജഗദീപ് ധൻഖർ. അദ്ദേഹത്തിന് എന്തുവാ പറ്റിയത്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിലെ ചെയർമാൻ, സ്പീക്കർക്ക് തുല്യമായ ഒരു പദവി വഹിക്കുന്ന ആള്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് BJPയെ എങ്ങനെയൊക്കെ സഹായിക്കാമോ, ഏതൊക്കെ രീതിയിൽ അവർക്ക് വേണ്ടി നിൽക്കാമോ അങ്ങനെ ചെയ്ത ഒരു ഭക്തനായിരുന്നു. BJP ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ഒരു ദിവസം പകൽ മുഴുവൻ അദ്ദേഹം
രാജ്യസഭയിൽ ഉണ്ടായിരുന്നു ചെയർമാൻ എന്ന നിലയിൽ. വൈകുന്നേരം 10:30 ആയപ്പോൾ അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനം നഷ്ടപ്പെട്ടു, രാജിവെക്കേണ്ടി വന്നു. രാഷ്ട്രപതി കഴിഞ്ഞ അവിടെ രണ്ടാമത്തെ പദവിയാ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ രായ്ക്ക് രാമാനം ഈ മൊയ്ലിന്റെ ചെവിയിൽ പിടിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നത് പോലെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന്, പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ നിന്ന് യാതൊരു ഉളുപ്പും കൂടാതെ, എന്തോ ഇഷ്ടക്കേട് നടന്നിട്ടുണ്ടാവും, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നു. 5:30 വരെ അദ്ദേഹത്തിന് നല്ല ആരോഗ്യമായിരുന്നു. 5:30 കഴിഞ്ഞ് 10:30 ആയപ്പോഴത്തേക്ക് ആരോഗ്യം പോയി. അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. ഭരണഘടനാ പദവിയെ കുറിച്ചൊക്കെ വളരെ ബഹുമാനത്തോടെ പറയുന്ന BJP നമ്മുടെ ഉപരാഷ്ട്രപതിയോട് ചെയ്ത കാര്യം, BJPയുടെ ഏറ്റവും വിശ്വസനായിരുന്ന ഒരാളിനോട് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. മറ്റൊരു കഥ, ലോക്സഭയിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുണ്ട്. ഭരണഘടനയിൽ പറയുന്ന ഒരു പദവിയാ. സ്പീക്കറുടെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കേണ്ട ആള്. ഒരു കീഴ്വഴക്കമുണ്ട് നമ്മുടെ ലോക്സഭയിൽ. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സാധാരണഗതിയിൽ പ്രതിപക്ഷത്തുള്ളവർക്കാണ് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് കോൺഗ്രസിന് കൊടുക്കേണ്ടി വരും. അതിന് BJP തയ്യാറല്ല. അതുകൊണ്ട് കഴിഞ്ഞ മോദി സർക്കാരിന്റെ സമയത്തും ഇപ്പോഴത്തെ നിലവിലുള്ള സർക്കാരിന്റെ സമയത്തും നിലവിലെ സഭയിലും നമുക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. ആലോചിച്ച് നോക്ക്. ഭരണഘടനയോടും ഭരണഘടനാ പദവികളോടും വലിയ ബഹുമാനമുള്ള പാർട്ടിയാണ്. കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടും എന്നുള്ളത് കൊണ്ട് അതങ്ങ് വേണ്ടാന്ന് തീരുമാനിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പാർട്ടിയാണ് പ്രതിപക്ഷ നേതാവെന്ന പദവി രാഹുൽ ഗാന്ധി ദുരുപയോഗപ്പെടുത്തിയെന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്, നമ്മുടെ രവിശങ്കർ പ്രസാദ്. അതായത് ഈ ബംഗളൂരു സെൻട്രൽ നിയോജകമണ്ഡലത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തല്, രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തല് ഏറ്റില്ലെന്ന്, ചീറ്റിപ്പോയത്. ഈ ദീപാവലിക്ക് പൊട്ടിക്കുന്ന പടക്കത്തിന്റെ ഒരു ഇമ്പാക്ട് പോലും അത് ഉണ്ടാക്കിയില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രവിശങ്കർ പ്രസാദ് ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്, ഇന്ത്യയിലല്ലേ? ഇപ്പൊ ഈ ബീഹാറിൽ ഇന്നലെ കഴിഞ്ഞ ഈ വോട്ടധികാര യാത്ര എന്തിന്റെ തുടർച്ചയായിരുന്നു? ഈ വോട്ട് മോഷണം, വോട്ട് ചോരി എന്ന് പറയുന്ന ആക്ഷേപത്തെ തുടർന്നുണ്ടായ കാര്യങ്ങളാ. ഇന്നിപ്പോ ആരാ വോട്ട് ചോരി എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ കുട്ടികൾ പോലും ചെറിയൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും ഇതാ വോട്ട് ചോരി എന്ന്. ആ രീതിയിൽ രാജ്യം ഏറ്റെടുത്തൊരു വിഷയമായത്. ഇനി അത് BJP സംബന്ധിച്ചിടത്തോളം അതൊരു ദീപാവലി പടക്കം മാത്രമായിരുന്നു എന്ന് വയ്ക്കുക, അതിന്റെ ഒരു ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കിയില്ല എന്ന് വെച്ചേക്കുക, അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബുമായിട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ചെറുപ്പത്തിന്റെ ഒരു 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 ഉറപ്പുണ്ടല്ലോ, ഈ മനസ്സിന്റെ ഒരു ഉറപ്പ്. പറഞ്ഞാൽ ചെയ്തിരിക്കും. നിങ്ങൾ കാത്തിരിക്കുന്നേ. ഈ ഹൈഡ്രജൻ ബോംബ് എന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലാതെ അദ്ദേഹം പറയത്തില്ലല്ലോ. ഈ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി അദ്ദേഹം പറയാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പരിഹാസമൊക്കെ നിർത്തിയിട്ട് അദ്ദേഹം എന്തോ ഈ ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞത് നമുക്കൊന്ന് കാണാം, കാത്തിരുന്ന് കാണാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാം. പക്ഷേ ഒരു സിമ്പിൾ കാര്യമൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ 16 ദിവസം ബീഹാറിൽ നടന്ന വോട്ടധികാര യാത്രയ്ക്ക് ലഭിച്ച ജനകീയ പിന്തുണ, അതിന്റെ വിജയം, അത് പ്രതിപക്ഷത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെ ഒരു ജൈത്രയാത്ര അല്ലെങ്കിൽ അശ്വമേധമായി മാറിയത്, അത് പലതിൻ്റെയും തുടക്കമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട.